ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ഡിസ്കോഴ്സ് ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്തിൽ നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് പോകേണ്ടത് കഥയിലേക്കല്ല, ക്യാരക്ടറിലേക്കാണ്, കഥാപാത്രത്തിലേക്കാണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിലുള്ള ഓൾഡ് മാൻ അല്ലെങ്കിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടറിനെയാണ് നമ്മൾ ഇന്നൊരു എക്സാമ്പിൾ ആക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാരക്ടറിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ക്യാരക്ടർ സ്കെച്ചിൽ വരേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു മോഡലാണ്, ഒരു സിമ്പിൾ ഗൈഡാണ്. ഈ ഗൈഡ് നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ചാപ്റ്ററിനും ആരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും നമുക്ക് ഈസിലി എഴുതാൻ വേണ്ടി പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ടതല്ലേ, ആ ക്യാരക്ടറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ പറയണം. ആ ക്യാരക്ടർ അതിലുള്ള സെൻട്രൽ ക്യാരക്ടർ ആണോ, അതോ മെയിൻ ക്യാരക്ടർ ആണോ, പ്രൊട്ടാഗണിസ്റ്റ് ആണോ? ഇത് മൂന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത്. സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാലും മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാലും പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത്. ആ കഥയിലുള്ള പ്രധാന കഥാപാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആ മെയിൻ ക്യാരക്ടറിൻ്റെ ആരായിട്ട് വരും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കഥാപാത്രത്തിൻ്റെ ക്യാരക്ടറിനെ കാണുമ്പോൾ അവരുടെ അപ്പിയറൻസിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, അവരുടെ ഏജ്, അവരുടെ ക്ലോത്ത്സ്, അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ ഈ ഓൾഡ് മാൻ ചിറകുകളൊക്കെ ഉണ്ട്, വിങ്സ് ഒക്കെ ഉണ്ട്. അതൊരു സ്പെഷ്യൽ ഫീച്ചറാണ്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡേർട്ടി ആണെന്നുള്ളത് നമുക്ക് പറയാം. പഴയ മുഷിഞ്ഞ ക്ലോത്ത്സ് ആണ്, ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെയാണ്, നഖങ്ങളിലൊക്കെ ചളി പുരണ്ടിരിക്കുന്നതെന്നൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. ഇനി അതല്ല, പൊക്കം, വണ്ണം, തൊലിയുടെ നിറം, മുടിയുടെ നിറം, കണ്ണിൻ്റെ നിറം, ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള എന്തൊരു കാര്യം കഥയിൽ പറയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് എഴുതേണ്ടത്. ഇനി മൂന്നാമതായിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ്, സ്വഭാവ വിശേഷണം അല്ലെങ്കിൽ ബിഹേവിയറൽ ട്രേറ്റ്സ്. അവരെങ്ങനെ പെരുമാറുന്നു, അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. അവർ കൈൻഡ് ആയിട്ടുള്ള ഒരാളാണോ, അവർ റൂഡ് ആയിട്ടുള്ള ഒരാളാണോ, ഫണ്ണി ആയിട്ടുള്ള ഒരാളാണോ, അവർ ഗ്രീഡി ആയിട്ടുള്ള ഒരാളാണോ? ഇത് നമ്മൾ പെലായോ എലിസൻറ്റേൻ്റെ ഒക്കെ ക്യാരക്ടർ പറയുന്ന സമയത്ത് നമുക്ക് ഗ്രീഡി എന്നോ ഡിസ്റെസ്പെക്ട്ഫുൾ, ഇൻസെൻസിറ്റീവ് എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ അവരുടെ സ്വഭാവത്തിനെയാണ് കാണിച്ചിരുന്നത്. ഇനി നാലാമതായിട്ട് വരേണ്ടത്, എല്ലാ ക്യാരക്ടറിനും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും, ഒരു വാണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പെലായോയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഏഞ്ചലിനെ കൊണ്ട് എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയലാണ് നമ്മൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി അഞ്ചാമതായിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയുന്നതാണ്. ഇത് കഥയിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എല്ലാ ക്യാരക്ടറിനും കഥയിൽ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നില്ല. കഥയിൽ പറയുന്നുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയലാണ് നമ്മൾ അഞ്ചാമതായിട്ട് എഴുതേണ്ടത്. ഇനി ആറാമത്തത് റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്. അതായത് ഈ കഥയിൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളുമായിട്ട് ഈ പറഞ്ഞ ക്യാരക്ടറിനുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. കൈൻഡ് ആയിട്ടാണോ, സോഫ്റ്റ് ആയിട്ടാണോ, സ്വീറ്റ് ആയിട്ടാണോ, അതോ ഇനി ദേഷ്യപ്പെട്ടിട്ടാണോ, എൻവിയസ് ആണോ, ജെലസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നമ്മൾ ആറാമതായിട്ട് എഴുതേണ്ടത്. ഏഴാമതായിട്ട് എഴുതേണ്ടത് ഒരു ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അവർ ഈ കഥയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ നമുക്ക് വായിക്കുന്ന സമയത്ത് കഥയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ്. വൈ ഈസ് ദിസ് ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ഇൻ ദ സ്റ്റോറി? നമുക്ക് നമ്മുടെ ഈ ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിൽ നമുക്ക് ഈ ഓൾഡ് മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കഥ ഒന്നുമില്ലേ, ആ കഥയിൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ക്യാരക്ടർ. അതുപോലെ വാട്ട് ഡു ദേ ഹെൽപ്പ് ഷോ ഓർ ചേഞ്ച്? നമുക്ക് എന്താണ് ആ ക്യാരക്ടർ കാണിച്ചു തരുന്നത് എന്നുള്ളതും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഏഞ്ചൽ, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്മുടെ കഥയിൽ പറയുന്നില്ല, നമ്മുടെ കഥയിൽ ഓൾഡ് മാൻ എന്നാണ് പറയുന്നത്. സോ ഈ ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമ്മളോട് ചോദിക്കാൻ വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു ക്യാരക്ടറാണ് ഏഞ്ചൽ അല്ലെങ്കിൽ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. സോ ആദ്യം എന്താ, ഈ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഈ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്നോ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതിയെന്നുള്ളൂ. നമ്മളൊരൊറ്റ നോട്ടായിട്ടാണ് ഇത് എഴുതുക. ദി ഓൾഡ് മാൻ വിത്ത് വിങ്സ് ഈസ് എ മിസ്റ്റീരിയസ് ക്യാരക്ടർ. സെൻട്രൽ ക്യാരക്ടർ എന്നോ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. ഹു അപ്പിയേഴ്സ് ഇൻ പെലായോ ആൻഡ് എലിസൻഡാസ് യാർഡ് ഡ്യൂറിങ് എ സ്റ്റോം. ഒരു പ്രക്ഷോഭം, ഒരു സ്റ്റോം വന്ന സമയത്ത് അവരുടെ മുറ്റത്ത് അല്ലെങ്കിൽ അവരുടെ യാർഡിൽ കണ്ട ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഒരു നിഗൂഢത നിറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. ഹി ബിലീവ്ഡ് ബൈ മെനി ടു ബി ആൻ ഏഞ്ചൽ. അദ്ദേഹം ഒരു ഏഞ്ചലാണ്, ഒരു മാലാഖയാണെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത്. ഇനി ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, കാഴ്ചയിൽ എങ്ങനെയാണ്, അപ്പിയറൻസ് എങ്ങനെയാണെന്നാണ് പിന്നെ നമ്മൾ പറയുന്നത്. ഈസ് വെരി ഓൾഡ്, ഡേർട്ടി ആൻഡ് വീക്ക്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് ആ ഒരു അപ്പിയറൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഹിസ് വിങ്സ് ആർ ലാർജ് ബട്ട് ഡാമേജ്, അല്ലേ?
ചിറകുകൾക്ക് എന്തോ പരിക്ക് പറ്റിയതായിട്ട് കഥയിൽ പറയുന്നുണ്ട്. ആൻഡ് ഫുൾ ഓഫ് പാരസൈറ്റ്സ്, അതിൽ ഒരുപാട് ഇങ്ങനെ പുഴുക്കളും അതിലൊരുപാട് ഇങ്ങനെ ബാക്കിയുള്ള ജീവികളൊക്കെ ഇങ്ങനെ പറ്റി നിൽക്കുന്നുണ്ട്. ഹി ഡസ് നോട്ട് ലുക്ക് ലൈക്ക് ദ ടിപ്പിക്കൽ ഇമേജ് ഓഫ് എൻ ഏഞ്ചൽ. യഥാർത്ഥത്തിൽ നമ്മൾ മാലാഖകളെ, ഏഞ്ചൽസിനെ കാണുന്ന സമയത്ത്, മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിത്രങ്ങളിലൊക്കെ കാണുന്ന സമയത്ത് അവർ സുന്ദരമായിരിക്കും, അവർക്ക് പ്രത്യേക ഒരു കാന്തി ശക്തിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും അല്ല കാണുന്നത്. ഹി ഡസൻ ലുക്ക് ലൈക്ക് എ ടിപ്പിക്കൽ ഏഞ്ചൽ വാട്ട് വി സീ ഇൻ എ സ്റ്റോറി ഓർ എ മൂവി, വാട്ട് വി റീഡ് ഇൻ എ സ്റ്റോറി ഓർ സീ ഇൻ എ മൂവി. നമ്മൾ സിനിമയിലോ കഥയിലോ ഒന്നും കാണുന്ന പോലെയല്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്, അവരുടെ സ്വഭാവ വിശേഷണമാണ്. നമുക്ക് പേഷ്യൻ്റ് ആണെന്ന് പറയാം, ക്വയറ്റ് ആണെന്ന് പറയാം, കാം ആണെന്ന് പറയാം, ക്ഷമയോടെയും വളരെ നിശബ്ദമായിട്ട് ശാന്തനായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഏഞ്ചൽ എന്ന് പറയുന്നത്. ഹി ഡസ് നോട്ട് സ്പീക്ക് ദ ലോക്കൽ ലാംഗ്വേജ് ആൻഡ് റെയർലി റിയാക്ട്സ് ഈവൻ വെൻ പീപ്പിൾ ആർ ക്രൂവൽ ടു ഹിം. ആളുകൾ പുള്ളിക്കാരനോട് ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറുന്ന സമയത്ത് പുള്ളിക്കാരൻ അതിനോടൊന്നും റിയാക്ട് ചെയ്തിരുന്നില്ല. വളരെ റയറായിട്ട് മാത്രമേ റിയാക്ട് ചെയ്തിരുന്നുള്ളൂ. പിന്നെ ആ ക്യാരക്ടറിൻ്റെ മോട്ടിവേഷനെ കുറിച്ചിട്ടോ, ആ ക്യാരക്ടറിൻ്റെ നീഡ്സ് ആ ക്യാരക്ടർ എന്താ വേണ്ടതെന്നുള്ളത് ചോദിച്ചാൽ ഹിസ് ഗോൾസ് ആർ അൺക്ലിയർ അല്ലേ. കഥ വായിച്ച സമയത്ത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടറിനോട് ഉദ്ദേശിക്കുന്നത്, ആ ക്യാരക്ടറിന് എന്താ വേണ്ടതെന്നുള്ളതൊന്നും പറയുന്നില്ല. ഹി നെവർ എക്സ്പ്ലെയിൻസ് വൈ ഹീസ് ദെയർ, ഹി സീംസ് ടു വാണ്ട് പീസ് ആൻഡ് ഫ്രീഡം. ആ ക്യാരക്ടറിന് ആകെ ആവശ്യമുണ്ടായിരുന്നത് സമാധാനവും പീസും അതുപോലെ ഫ്രീഡം, സ്വാതന്ത്ര്യം മാത്രമേ ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മുടെ കഥയിൽ? ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് എങ്ങനെ പറയാം? ദ ഏഞ്ചൽ ഹാസ് നോ ക്ലോസ് റിലേഷൻഷിപ്പ്. ഇതിലുള്ള പെലായോ ആയിട്ടോ എലിസെൻ്റ് ആയിട്ടോ ഒരു ക്ലോസ് റിലേഷൻഷിപ്പും ഇല്ല. പെലായോ ആൻഡ് എലിസെൻ്റ് യൂസ് ഹിം ടു ഏൺ മണി ആൻഡ് ദ വില്ലേജസ് ട്രീറ്റ് ഹിം ലൈക്ക് ആൻ അട്രാക്ഷൻ അല്ലേ. എന്തോ ഒരു കൗതുക വസ്തു മാത്രമായിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ പെലായോ എലിസൻ്റെയും അദ്ദേഹത്തിനെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഈ കഥയിലുള്ള റോൾ എന്താണെന്നുള്ളതാണ് പിന്നെ നമ്മൾ പറയേണ്ടത്. ദ ഏഞ്ചൽ റെപ്രസെൻറ്റ് ഹൗ പീപ്പിൾ ട്രീറ്റ് ദി അൺനോൺ. നമുക്ക് അറിയാത്തൊരു സാധനത്തിനെ ആളുകൾ പൊതുവെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ഈ കഥയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ത്രൂ ഹിം ദ സ്റ്റോറി ഷോസ് ഹ്യൂമൻ ക്രൂവാലിറ്റി, ഗ്രീഡ് ആൻഡ് ദ ലോസ് ഓഫ് ഫെയ്ത്ത് അല്ലേ. മനുഷ്യന്മാർ എത്ര ക്രൂരന്മാരാണ്. അതുപോലെ നമ്മുടെ ഈ അടങ്ങാത്ത ഗ്രീഡ്, അത്യാർത്തിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഈ ഒരു കഥാപാത്രത്തിലൂടെ. ഹി ലീവ്സ് സൈലൻ്റ്ലി ആഫ്റ്റർ എ ലോങ് ടൈം ഇഗ്നോർഡ് ബൈ ദോസ് അറൗണ്ട് ഹിം അല്ലേ. അദ്ദേഹത്തിൻ്റെ ചുറ്റിലുള്ളവർ അയാളെ വല്ലാത്ത രീതിയിൽ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ഒരു അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു സാധനമാണെന്ന് പോലും വില കൽപ്പിക്കാതെ ഇഗ്നോർ ചെയ്യായിരുന്നു, അദ്ദേഹത്തിനെ മുഖം തിരിച്ച് കളയായിരുന്നു ചെയ്തത് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരു മാർക്കും എവിടെയും പോകാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ മോഡൽ പ്രകാരമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊരു ചാപ്റ്ററിൽ നിന്നും ആരുടെ ക്യാരക്ടർ സ്കെച്ചും ഈസിലി എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും, ഇനിയും പുതിയ ഡിസ്കോഴ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു ദെയർ.